ബദർ യുദ്ധം നടക്കുന്ന സമയമാണ്. എല്ലാ ആളുകളും ഇങ്ങനെ അണിയണിയായി നിൽക്കാൻ വേണ്ടി റസൂൽ ആജ്ഞാപിച്ചു. സൈന്യാധിപനാണ്, സർവ്വസേനാധിപനാണ്. എല്ലാ ആളുകളും ആ നിമിഷം അതനുസരിക്കണം. നേതാവിനനുസരിക്കുമ്പോഴേ യുദ്ധം ജയിക്കുള്ളൂ. അതുകൊണ്ട് എല്ലാവരും നിമിഷ നേരങ്ങൾ കൊണ്ട് ഇങ്ങനെ അണിയണിയായി നിന്നു. റസൂൽ അവരുടെ ആ സൊഫൊക്കെ ഒന്നിങ്ങനെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് അതിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഒരു വടിയുണ്ട് കയ്യിൽ. ആ വടി കൊണ്ട് ഇങ്ങനെ അവരെ ശരിക്ക് ഇങ്ങനെ നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഒരു സഹാബി പെട്ടെന്ന് റസൂൽ തിരുമേനിയോട് ഒരു ചോദ്യം. പറഞ്ഞാൽ പോരെ, എന്തിനാ അടിക്കുന്നതെന്ന് വെച്ചു. പറഞ്ഞാൽ പോരെ റസൂലെ, അടിക്കണോ? ഞാൻ അടിച്ചിട്ടില്ലല്ലോ. അടിച്ചു, എനിക്ക് വേദനിച്ചു. വേദനിച്ചോ? ശരിക്കും വേദനിച്ചോ? വേദനിച്ചു. ആ വടി അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്ത്. സവാദ് എന്നായിരുന്നു ആ സഹാബിയുടെ പേര്. തിരിച്ചടിക്കൂ. സവാദ് ആ വടി ഇങ്ങനെ കയ്യിൽ വാങ്ങിയിട്ട് റസൂലുള്ളാഹി ഇങ്ങനെ നോക്കി. എന്നിട്ട് പറഞ്ഞ്, എനിക്ക് ഇങ്ങനെ അടിച്ചാൽ പോരാ, ആ കുപ്പായം ഒന്നിങ്ങനെ പൊക്കിത്തരണം, വയറ്റത്തടിക്കണം. സഹാബികളൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് ഈ വർത്തമാനം കേട്ടിട്ടേ. ആർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. റസൂലിനോടാണ് മറുവാക്ക് പറയുന്നത്. ആ മറുവാക്ക് വേറെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അവരൊക്കെ അദ്ദേഹത്തോട് ഇങ്ങനെ അത്ര സുഖകരമല്ലാത്ത, സമാധാനമില്ലാത്തൊരു നോട്ടം എല്ലാവരും അദ്ദേഹത്തെ ഇങ്ങനെ നോക്കുന്നുണ്ട്. റസൂൽ എല്ലാവരോടും ഇങ്ങനെ അടങ്ങി നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്താ ചെയ്തതെന്നറിയോ? ആ മേൽക്കുപ്പായ ഇങ്ങനെ പൊക്കി കൊടുത്തു. സവാദ് റളിയല്ലാഹു അൻഹു കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ വെച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ റസൂലെ, ഇതിനു വേണ്ടിയിട്ടായിരുന്നു, എന്നോട് ക്ഷമിക്കണം. ഇനി ഇതിനൊരവസരം കിട്ടുമെന്ന് എനിക്കറിയില്ല, യുദ്ധമാണ്. പക്ഷേ എനിക്കെൻ്റെ ജീവനെ ഒന്ന് ഉമ്മ വെക്കണം. ആ വടി തിരിച്ചു കൊടുത്ത പ്രവാചകരെ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന റിഫ്ഖ, സൗമ്യത എല്ലാത്തിനെയും ഭംഗിയുള്ളതാക്കുന്നു. അതെപ്പോഴാണ് നഷ്ടപ്പെടുന്നത്? എല്ലാം ഭംഗിയുള്ളതല്ലാതാവുകയും ചെയ്യുന്നു. റസൂൽ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ഡിസ്കഷനിൽ ഇങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. ഏതൊരു രാജ്യത്തുനിന്ന് കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട്, അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. റസൂൽ ആഗ്രഹിക്കുന്നുണ്ട്, ഒരാളും അങ്ങോട്ട് വരരുതേ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷനാണ് നടക്കുന്നത്. പക്ഷെ ഒരാളിങ്ങനെ വാതിൽ തള്ളി തുറന്നിട്ട് ഇങ്ങനെ വന്നു. കേട്ടിട്ടില്ലേ? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നു. റസൂൽ സലാം അടക്കുകയൊക്കെ ചെയ്തു. പക്ഷേ റസൂൽ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ആ സമയത്ത് വന്നത് ഇഷ്ടപ്പെട്ടില്ല. ആ അനിഷ്ടം വാക്കുകൊണ്ട് പ്രകടിപ്പിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ആകെ സംഭവിച്ചത് റസൂലിൻ്റെ നെറ്റിയൊന്ന് ചുളിയുക മാത്രമാണ്. നെറ്റിയൊന്ന് ചുളിഞ്ഞു. അനിഷ്ടം പ്രകടമാകുന്ന വിധത്തിൽ നെറ്റിയൊന്ന് ചുളിഞ്ഞു. ഈ നെറ്റി ചുളിഞ്ഞ കാര്യം ഈ വന്ന ആൾ കണ്ടിട്ടൊന്നുമില്ല. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. ഈ വന്ന ആളില്ലേ, അദ്ദേഹം ഈ നെറ്റി ചുളിഞ്ഞ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? അദ്ദേഹം ഒരു അന്ധനായിരുന്നു, കണ്ണ് കാണാത്ത ആളായിരുന്നു. അബ്ദുല്ലാഹിബിന് ഉമ്മി മക്തൂം. പക്ഷെ ആകാശത്തു നിന്ന് ഒരാൾ ഇടപെട്ടു. അബസ വത്തവല്ല എന്ന പേരിൽ വിശുദ്ധ ഖുർആനിലൊരു വചനമല്ല, ഒരധ്യായമാണ്. അബസ എന്ന അറബി വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? നെറ്റി ചുളിഞ്ഞു എന്നാണ്. നെറ്റി ചുളിഞ്ഞതിൻ്റെ പേരിൽ പടച്ചവൻ ആകാശത്ത് നിന്ന് ഇടപെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഈ വന്ന ആൾ പോലും ഇത് കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് കണ്ണ് കാണാത്ത ആളുമാണ്. ആ റൂമിൽ അവസാനിക്കുമായിരുന്നൊരു സംഭവമാണത്. ആണല്ലോ. പുറത്തുനിന്ന് ഒരാളും അത് കാണാനോ അറിയാനോ പോകുന്നില്ല. പക്ഷേ 2022 ജൂൺ മാസം ഈ ദിവസവും നമ്മളത് എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആണല്ലോ.
പ്രവാചക തിരുമേനിയുടെ ജീവിതത്തിൽ ആയിരക്കണക്കിന് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനെയൊരു സംഭവം എന്തിനാണ് വിശുദ്ധ ഖുർആനിലൂടെ പടച്ചവൻ നിലനിർത്തിയത്? ഇതിങ്ങനെ തലമുറകളോളം പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്ന് പടച്ചവൻ നിശ്ചയിച്ചത് എന്തുകൊണ്ടാണ്? ഒറ്റ കാരണമേ ഉള്ളൂ, മനുഷ്യൻ്റെ ഡിഗ്നിറ്റി, മനുഷ്യന് കൊടുക്കുന്ന വില, വാല്യൂ. പിന്നെ എപ്പോഴൊക്കെയാണോ ആ സ്വഹാബിയെ റസൂൽ കാണുന്നത് അപ്പോഴൊക്കെയും ഓടിച്ചെന്ന് റസൂൽ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് പറയും, അബ്ദുള്ള, നിങ്ങളെൻ്റെ സഹോദരനാണ് കേട്ടോ, അന്ന് നെറ്റ് ചുളിഞ്ഞു പോയി, എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തോട് മാപ്പ് ചോദിച്ചുകൊണ്ടിരിക്കും എന്നാണ്. കരുണ, കമ്പാഷൻ. ഒരു സ്ത്രീ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറ്റബോധത്തിൻ്റെയും കുറ്റഭാരത്തിൻ്റെയും എല്ലാ വേദനയോടെയും ഓടി വന്നിട്ട് അവർ റസൂലിനോട് പറയുകയാണ്, റസൂലെ, എന്നെ ശുദ്ധീകരിക്കണം, ഞാനൊരു മാലിന്യത്തിൽ പെട്ടുപോയി റസൂലെ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം. റസൂൽ ഇങ്ങനെ വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി? അവർ പറഞ്ഞു, റസൂലെ, ഞാൻ ധാർമ്മികമല്ലാത്തൊരു കാര്യത്തിൽ ഏർപ്പെട്ടു പോയി. റസൂൽ അവർ പറഞ്ഞത് കേട്ടില്ല എന്ന പോലെ ഒന്നിങ്ങനെ പിറകോട്ട് നിന്നു. അവർ റസൂലിനെ വിടുന്നില്ല. പിന്നെയും പറഞ്ഞു, റസൂലെ, എന്നെ ശുദ്ധീകരിക്കണം റസൂലെ, ഞാൻ മാലിന്യത്തിൽ പെട്ടുപോയി, എന്നെ ശുദ്ധീകരിക്കണം റസൂലെ. അപ്പോൾ റസൂൽ പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ഉള്ളത് തന്നെയാണോ? ശരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? റസൂലെ, സംഭവിച്ചിട്ടുണ്ട്. ഉണ്ടാവില്ല, നിങ്ങൾ പറയുന്ന അത്രയൊന്നും ഉണ്ടാവില്ല. ഒന്നുകൂടെ ആലോചിച്ച് നോക്കൂ, അത്രയൊന്നും ഇല്ലല്ലോ. ശിക്ഷ നടപ്പിലാക്കാൻ മാത്രം ഒന്നും കാര്യമില്ലല്ലോ. ഇതാണ് റസൂലിൻ്റെ ചോദ്യം. എന്നെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞാൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ, എനിക്ക് ശിക്ഷ തരണം എന്നാണ്. ആ സ്ത്രീ പറഞ്ഞു, റസൂലെ, ശരിയാ, റസൂൽ അങ്ങനെ പറയുമെന്ന് എനിക്കറിയാം. റസൂലെ, ലോകത്ത് ഒരാളും അത് കണ്ടിട്ടില്ല. ഞാനും എൻ്റെ കൂടെ അതിൽ പങ്കെടുത്ത ആളുമല്ലാതെ വേറെ ഒരാളും അതറിഞ്ഞിട്ടില്ല റസൂലെ. എൻ്റെ വാപ്പയോ ഉമ്മയോ ഭർത്താവോ കുടുംബമോ മക്കളോ ആരും അതറിഞ്ഞിട്ടില്ല. ഒരാളുടെ കണ്ണും അത് കണ്ടിട്ടില്ല. പക്ഷേ റസൂല് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൊരു പടച്ചവനില്ലേ, ഇല്ലേ? ആ പടച്ചവൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ശിക്ഷ വേണം. റസൂലിന് പിന്നെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല, ശിക്ഷ നടപ്പിലാക്കുക. അവരെ കല്ലെറിഞ്ഞിട്ട് വധിക്കുകയാണ്. റസൂലിൻ്റെ തൊട്ടടുത്താണ് അലി റളിയല്ലാഹു അൻഹു നിൽക്കുന്നത്. എറിഞ്ഞ ഒരു കല്ലിൽ അവരുടെ നെറ്റിയിലാണ് ചെന്ന് തട്ടിയത്. അതിൽ നിന്ന് ചോര തെറിച്ചു. ഒരു ചെറിയ തുള്ളി, ഒരു തുള്ളിയുടെ ചെറിയ അംശം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വസ്ത്രത്തിൽ ഇങ്ങനെ വന്നിട്ട് പതിച്ചു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു ആ സ്ത്രീയെ ഇങ്ങനെ ശപിക്കുന്നത് പോലെ എന്തോ പറഞ്ഞു. അവർ ചെയ്ത പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു വാക്ക് പറഞ്ഞു. റസൂൽ പറഞ്ഞു, മിണ്ടിപ്പോകരുത്. അതാരാന്നറിയോ നിനക്ക്? ചെയ്ത പാപത്തിനുള്ള ശിക്ഷ ഇവിടുന്ന് വാങ്ങിപ്പോകുന്ന ആളാണ്, ഇനി അവിടുന്നില്ല. ചോദിച്ചു വാങ്ങിയ ആളാണ്. അവർ ചെയ്തൊരു പശ്ചാത്താപമുണ്ട്. മക്കയിലും മദീനയിലുമുള്ള മുഴുവൻ മനുഷ്യന്മാർക്ക് വീതം വെച്ചാലും അത് പിന്നെയും ബാക്കിയുണ്ടാവും. അവർ ചെയ്തൊരു പശ്ചാത്താപമുണ്ട്. ഉള്ളു പൊള്ളി നിന്നിട്ട് അവർ ചെയ്തൊരു പ്രാർത്ഥനയുണ്ട്. അതെ, മക്കയിലും മദീനയിലുള്ള മുഴുവൻ മനുഷ്യന്മാർക്ക് വീതം വെച്ചാലും പിന്നെ ഉണ്ടാവടാ. അത്രയും ആഴത്തിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് പടച്ചവൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്ന ആളാണ്. അയാളെപ്പറ്റി അങ്ങനെ പറയരുത് കേട്ടോ എന്ന് പറയുക മാത്രമല്ല, അവരുടെ ഖബറിനരികിൽ നിന്ന് അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചിട്ടാണ് റസൂൽ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. മനുഷ്യനെ വിചാരണ ചെയ്യാൻ പോയിട്ടില്ല. മനുഷ്യന് പറഞ്ഞു കൊടുത്തു, ഒക്കെ കണ്ടു നിൽക്കുന്ന ഒരാളുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. പരസ്യമായി തെറ്റ് ചെയ്യാൻ ഒരു മടിയില്ലാത്ത ആൾക്കാരായിരുന്നു. അവരാണ് രഹസ്യമായി ചെയ്ത തെറ്റിൻ്റെ പേരിൽ പരസ്യമായി വന്ന് ശിക്ഷ ഏറ്റുവാങ്ങുന്നത്. നല്ലോണം ആലോചിക്കണം. പരസ്യമായിട്ട് പോലും തെറ്റുകൾ ചെയ്യാൻ, തിന്മകൾ ചെയ്യാൻ ഒരു മടിയില്ലാതിരുന്ന ആളുകളാണ്.
അവരാണ് അതീവ രഹസ്യമായി ചെയ്ത ഒരു തെറ്റിൻ്റെ പേരിൽ പരസ്യമായിട്ട് വന്നിട്ട് ശിക്ഷയിട്ട് വാങ്ങുന്നത്. ഇതേ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാക്കിയ മാറ്റമാണ്, പുറത്തുണ്ടാക്കിയ മാറ്റമല്ല. ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ചെന്നതേ. റസൂലിന് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അതെന്താണെന്നറിയോ? ഭയങ്കര രസമുള്ളൊരു സംഭവമാണ്. റസൂലിൻ്റെ ഏറ്റവും വലിയൊരു കൊതിയായിരുന്നു കഅബയുടെ താക്കോല് കുറച്ച് നേരം കയ്യിൽ പിടിക്കാന്ന്. അതൊന്ന് പിടിക്കാണ്, തൊടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഉടമസ്ഥരായ ഒരു കുടുംബമുണ്ട്. അതിൽപ്പെട്ട ഒരാളുടെ കയ്യിലാണ് ഇപ്പോൾ ആ താക്കോലുള്ളത്. അയാളോട് ചെന്നിട്ട് ചോദിച്ചു, ആ താക്കോല് കുറച്ച് നേരം എനിക്കൊന്ന് തരുമോ? ഉസ്മാൻ ഇബ്നു ത്വൽഹ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഉസ്മാൻ, കുറച്ച് നേരം ഞാനൊന്ന് പിടിക്കട്ടെ അത്. ഇല്ല മുഹമ്മദ്, അതിനുള്ള യോഗ്യത നിനക്കില്ലടാ, തരൂല. റസൂൽ പിന്നെയും ചോദിച്ചു, കുറച്ച് നേരം തൊടാനാണ്, അള്ളാഹുവിൻ്റെ ഭവനമാണ്, ആദി പ്രവാചകന്മാർ കടന്നുപോയ പാതകൾ, അവർ പണിത വീട്, അതിൻ്റെ താക്കോലല്ലേ, കുറച്ചു നേരം ഞാനൊന്ന് പിടിക്കട്ടെ. തരൂല മുഹമ്മദേ, നിനക്കതിനുള്ള യോഗ്യത ഇല്ലടാ. ആടുമേച്ച് നടന്ന ഒരുത്തൻ, ഇടയബാലനായി കടന്നുപോയ ഒരുത്തൻ ഇപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് താക്കോല് ചോദിക്കുക, തരൂല എന്ന്. നബി ഇങ്ങനെ നിന്നിട്ട് വളരെ ശാന്തമായി അദ്ദേഹത്തോട് പറഞ്ഞു, അതെൻ്റെ കയ്യിൽ എത്തുന്നൊരു ദിവസമുണ്ട് ഉസ്മാൻ, ഈ താക്കോല് എൻ്റെ കയ്യിൽ എത്തുന്നൊരു ദിവസമുണ്ട്, അന്നതെന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇല്ല മുഹമ്മദ്, അങ്ങനെ ഒരു ദിവസം ഉണ്ടാവില്ല. അങ്ങനെ ഒരു ദിവസമെങ്ങാനും ഉണ്ടായാൽ അത് അറേബ്യയുടെയും ഖുറൈശികളുടെയും അവസാനമായിരിക്കും. അതൊന്നുമല്ല. അറബികളും ഖുറൈശികളും അന്ന് നല്ല നിലയിൽ തന്നെ ആയിരിക്കും. പക്ഷെ ആ താക്കോൽ എൻ്റെ കയ്യിലെത്തും. മക്ക വിജയത്തിൻ്റെ ദിവസം ആ നാടിൻ്റെ ഭരണം മുഴുവനും പ്രവാചക തിരുമേനിയുടെ കയ്യിലാണ്. ആ പറഞ്ഞ താക്കോലില്ലേ, ആ താക്കോൽ ആ കയ്യിലുണ്ടായിരുന്നു. ആ താക്കോൽ ആർക്ക് കൊടുക്കുമെന്ന് എല്ലാവരും ആകാംക്ഷയോടുകൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് തന്നെങ്കിൽ. അലി റളിയല്ലാഹു അൻഹുവൊക്കെ പരസ്യമായിട്ട് തന്നെ പറഞ്ഞു, പ്രവാചകരെ എനിക്ക് തരുമോ, അതെന്നെ ഏൽപ്പിക്കുമോ എന്ന് ചോദിച്ചു. ഇല്ല. അവിടെ കൂടിയ ആയിരക്കണക്കിന് മനുഷ്യരിൽ നിന്ന് ഒരാളെ ഇങ്ങനെ വിളിച്ചു, അയാളുടെ കയ്യിലേക്ക് കൊടുത്തു. ഉസ്മാൻ ഇബ്നു ത്വൽഹ. നമ്മൾ പറയൂലേ, എനിക്കൊരവസരം കിട്ടട്ടെ, ഞാൻ കാണിച്ചു തരാം, ഇങ്ങനെ പറയൂലേ. റസൂൽ പഠിപ്പിക്കുകയാണ്, ഒരവസരം കിട്ടുന്നത് വരെ കാത്തിരിക്കണം. നിങ്ങൾക്ക് പാരവെച്ച മനുഷ്യരില്ലേ, നിങ്ങളുടെ വഴിയിൽ മുള്ളു പാകിയ മനുഷ്യരില്ലേ, നിങ്ങൾക്ക് കിട്ടേണ്ടത് തടഞ്ഞ മനുഷ്യരില്ലേ, നിങ്ങളെ സങ്കടപ്പെടുത്തിയ മനുഷ്യരില്ലേ, നിങ്ങളെക്കുറിച്ച് പലതും പറഞ്ഞു പരത്തിയ മനുഷ്യരില്ലേ, എല്ലാ കഥകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു പരത്തിയ മനുഷ്യരില്ലേ, നിങ്ങളെ തമ്മിൽ തെറ്റിച്ച മനുഷ്യരില്ലേ, അവരോട് പകരം വീട്ടണം. പകരം വീട്ടാനൊരവസരത്തിന് കാത്തിരിക്കണം. അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ പകരം വീട്ടേണ്ടത് എങ്ങനെയാണ് എന്നാണ് പഠിപ്പിച്ചത്. കമ്പാഷൻ, കരുണ. ചില ആളുകൾ പറഞ്ഞു, വിശുദ്ധ ഖുർആൻ പഠിച്ചവൻ്റെ അടുത്ത് നിന്ന് വന്നതൊന്നുമല്ല, അത് മുഹമ്മദ് എവിടെ നിന്നൊക്കെയോ കോപ്പി അടിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു പുസ്തകമാണ്. എന്തൊരു വലിയ ആരോപണമാണ്. ഞാൻ ഇന്നലെ ഒരു പുസ്തകം വായിച്ചു, മലയാളത്തിൽ ഇറങ്ങിയ പുസ്തകമാണ്. മുഹമ്മദ് എന്ന മനുഷ്യൻ. ആക്ഷേപത്തിൻ്റെ ഒരു രീതിയൊന്നുമല്ല കേട്ടോ, ഒരു മനുഷ്യൻ എന്ന അർത്ഥത്തിൽ പ്രവാചക തിരുമേനിയെ വിമർശന വിധേയമാക്കുന്നൊരു പുസ്തകമാണ്. ആക്ഷേപമൊന്നും അതിനകത്തില്ല. പക്ഷെ അതിലും പറയുന്നത് ഇതാണ്, വിശുദ്ധ ഖുർആൻ എങ്ങനെ ഒരു ദൈവിക ഗ്രന്ഥമല്ല എന്ന് സ്ഥാപിക്കാനാണ് ആ ഗ്രന്ഥം കാര്യമായി കഷ്ടപ്പെടുന്നത്. അറബികൾ ആ കാലത്ത് പറഞ്ഞു, ചില ആളുകളെ എന്ത് ഖുർആൻ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിയൊന്നുമല്ല, ദൈവിക ഗ്രന്ഥമൊന്നുമല്ല, അത് മുഹമ്മദ് എവിടെ നിന്നൊക്കെ തൗറാത്തിൽ നിന്ന് ഇഞ്ചിയിൽ നിന്നൊക്കെ
കോപ്പി അടിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു പുസ്തകമാണ്. മുഹമ്മദിൻ്റെ കൂടെയുള്ള പല ആളുകൾക്കും അക്ഷരാഭ്യാസമുണ്ട്, അവരുടെയൊക്കെ സഹായത്തോടെ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. ഇതിലേറെ വലിയൊരു ആരോപണം വേറെ ഉണ്ടോ? പക്ഷേ ആ ആരോപണത്തെ ഖുർആൻ എങ്ങനെയാണ് നേരിട്ട്? എങ്ങനെയാണ് നേരിട്ട്? ആ പറഞ്ഞ ആളെങ്ങോട്ട് പിടിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞോ? അവൻ്റെ കയ്യും കാലുമൊക്കെ വെട്ടുമെന്ന് പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. ഒറ്റ വാക്ക്. ഇത് പഠിച്ചവൻ്റെ അടുത്ത് നിന്ന് ഉള്ളതല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ആണോ? എന്നാൽ ഇതുപോലെ ഒന്ന് കൊണ്ടുവരൂ. ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദഉ ശുഹദാഅക്കും. നിങ്ങൾ വിളിക്കേണ്ട എല്ലാവരെയും വിളിച്ചോളൂ. എന്നിട്ട് ഇതേപോലെ ഒന്ന്, മുഴുവനായിട്ടൊന്നും വേണ്ട, ഒരു സൂറത്ത്, ഒരധ്യായം ഇതേപോലത്തെ ഒന്ന് കൊണ്ടുവരാൻ പറ്റുമോ? അല്ലാന്ന് പറഞ്ഞാൽ പോരല്ലോ. നിങ്ങൾ ഇതേപോലത്തെ ഒന്ന് കൊണ്ടുവന്നൂടെ? പ്രവാചക തിരുമേനിയെ കടുത്ത ആക്ഷേപത്തിൽ ഒരാളൊരു കവിത എഴുതി. ഒന്നല്ല, ഒരുപാട് കവിതകൾ എഴുതി. ഒരുപാട് കവിതകൾ എഴുതിയിട്ട് അവിടെ പബ്ലിഷ് ചെയ്യുന്ന രീതി എന്ന് പറയുന്ന ഉറക്കെ ചൊല്ലല. ചന്തയിലൊക്കെ വന്നിട്ട് ഉറക്കെ ചൊല്ലും, അല്ലെങ്കിൽ അവരുടെ ഓഫീസിൽ ഇരുന്നിട്ട് ഉറക്കെ ചൊല്ലും. ഇതാണ് പബ്ലിഷ് ചെയ്യുന്ന മാർഗം. ആക്ഷേപമാണ് കേട്ടോ, ചെറിയ ആക്ഷേപമൊന്നുമല്ല, ഗുരുതരമായ ആക്ഷേപങ്ങളാണ്. നബി എന്താ മറുപടി കൊടുത്തേ? കൂട്ടത്തിൽ കവിത എഴുതാൻ കഴിയുന്ന ഒരാളുടെ കയ്യിലേക്ക് എഴുതാനുള്ള ഉപകരണം കൊടുത്തിട്ട് പറഞ്ഞു, തിരിച്ച് കവിത എഴുതൂ. ആക്ഷേപമുള്ള കവിതയ്ക്ക് മറുപടിയായി ആക്ഷേപമില്ലാത്ത കവിതകൾ എഴുതൂ. എന്നിട്ട് ഉറക്കെ വിളിച്ചു പറയാൻ പള്ളിയിലൊരു സ്റ്റേജും പണിത് കൊടുത്തു. ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്നായിരുന്നു ആ കവിയുടെ പേര്. അതാണ് എങ്ങനെയാ പ്രതികരിക്കേണ്ടത്. ഇങ്ങനെ നിങ്ങൾക്കറിയോ, ഹംസ എന്ന് പറഞ്ഞൊരു സഹാബി ഇല്ലേ? ഹംസ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർത്തൂല. അതിൻ്റെ കൂടെ എന്ത് പറയും? റളിയല്ലാഹു അൻഹു എന്ന് പറയും. ഹംസ എന്നൊരു സഹാബിയുടെ പേര് പറഞ്ഞിട്ട് നമ്മൾ നിർത്തൂല. അതിൻ്റെ കൂടെ റളിയല്ലാഹു അൻഹു എന്ന് പറയൂലേ? ആരായിരുന്നു എന്നറിയോ ഹംസ? ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ഹംസത്തുൽ ഖറാർ എന്നാണ്. അത്രയും ധൈര്യമുള്ള ആളായിരുന്നു, ധീരനായിരുന്നു, റസൂലുള്ളാഹിയുടെ വലങ്കയ്യായിരുന്നു. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു എന്നുള്ളത് റസൂലിന് കൊടുത്തിട്ടുള്ളൊരു ആത്മധൈര്യമുണ്ട്, റസൂലിന് കൊടുത്തിട്ടുള്ള ഒരു ഉണർവുണ്ട്, ആ ചെറിയ സംഘത്തിന് കൊടുത്തിട്ടുള്ള ഒരു ആത്മവിശ്വാസമുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ റസൂൽ അദ്ദേഹത്തെ വിളിച്ചതാണ് ഹംസത്തുൽ ഖറാർ. ഷഹീദായപ്പോൾ എന്താ വിളിച്ചതെന്നറിയാം? സയ്യിദു ഷുഹദാ, ശുഹദാക്കന്മാരുടെ മുഴുവനും നേതാവ് എന്നാണ് അദ്ദേഹത്തിൻ്റെ റസൂൽ വിളിച്ച പേര്. നല്ലോണം ശ്രദ്ധിക്കണേ. ഹംസ എന്ന സഹാബിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന പ്രാർത്ഥനാ വാക്കാണ് റളിയല്ലാഹു അൻഹു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞ ഒരാളുണ്ട്. റസൂലുള്ളാഹിയുടെ അത്രയും വലങ്കയ്യായിരുന്ന ആ സ്വഹാബിയുടെ ജീവിതത്തിന് അവസാനമിട്ട വിഷം പുരട്ടിയ ഒരമ്പുണ്ട്. ആ അമ്പെയ്ത ഒരാളുണ്ട്. അയാളുടെ പേര് വഹിഷി എന്നാണ്. വഹിഷിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയാന്നറിയോ? എന്താ പറയുക? റളിയല്ലാഹു അൻഹു എന്ന് പറയാം. വഹിഷി ഇത് ചെയ്തത് വഹിഷിക്ക് വേണ്ടിയിട്ടൊന്നുമില്ല. വഹിഷിക്ക് ഹംസ റളിയല്ലാഹു അൻഹുവിനോട് യാതൊരു വിരോധം ഉണ്ടായിരുന്നില്ല. വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അയാളുടെ പേര് ഹിന്ദ് എന്നാണ്. എന്താണ്? ഹിന്ദ്. അവരുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയാന്നറിയോ? ചെറിയ വാശിയൊന്നും ആയിരുന്നില്ല അവർക്ക് ഹംസ റളിയല്ലാഹു അൻഹുവിനോട്. നിങ്ങൾക്കറിയൂലേ, ആ യുദ്ധക്കളത്തിലേക്ക് വന്നു, തെരഞ്ഞു നടന്നു, ഒരാളെ തെരഞ്ഞു നടക്കുകയാണ്. ആരെയാണ് അവർക്ക് വേണ്ടത്? ഹംസയെ മാത്രമേ അവർക്ക് വേണ്ടതുള്ളൂ. കണ്ടു, കയ്യിലുണ്ടായിരുന്ന ആയുധം കൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹുവിനെ നെഞ്ചിങ്ങനെ കുത്തിക്കീറി. എന്നിട്ട് കരൾ പറിച്ചെടുത്ത് കടിച്ചു. രക്തം വായിലായി. പകയുടെ അവസാനത്തെ നിമിഷം. അതിനപ്പുറത്തേക്ക് പകയ്ക്ക് വേറെ അടയാളങ്ങളൊന്നുമില്ല. പക തീർക്കുന്നത് അങ്ങനെയായിരുന്നു അവർ. അത് ചെയ്ത ആളാണ്. അയാളുടെ പേര് കേൾക്കുമ്പോൾ എന്താ പറയേണ്ടത്? റളിയല്ലാഹു അൻഹ. അത് റസൂലിൻ്റെ അടുത്ത് വന്നു. എന്തിനാണെന്നറിയാം? ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടിയിട്ട്. എനിക്ക് മുസ്ലിം ആവണം. റസൂലിന് ആളെ മനസ്സിലായി. റസൂൽ പറഞ്ഞു, ഹിന്ദ്,
എനിക്ക് നിങ്ങളോടൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾക്കിതിലേക്ക് വരാം, ഇതെൻ്റെതല്ല, നമ്മുടെ എല്ലാവരുടേതുമാണ്. നിങ്ങൾക്കിങ്ങോട്ട് വരാം. പക്ഷെ എനിക്ക് നിങ്ങളോടൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ എന്നെ കാണുന്ന സമയങ്ങളിൽ മുഖം മറക്കണം. റസൂൽ ഒരേ ഒരാളോടെ അത് പറഞ്ഞിട്ടുള്ളൂ. എന്നെ കാണുന്ന സമയങ്ങളിൽ നിങ്ങൾ മുഖം മറക്കണം. കാരണം നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ഹംസയെ ഓർമ്മ വരും. അതുകൊണ്ടാണ് ആ ഓർമ്മ എൻ്റെ നിയന്ത്രണങ്ങളെ നഷ്ടപ്പെടുത്തും, എൻ്റെ കണ്ണീരിൻ്റെ ചാല് കീറും. അതുകൊണ്ട് മുഖം മറച്ചുകൊണ്ട് എൻ്റെ മുന്നിലൂടെ വരണം എന്ന് റസൂൽ ഒരാളോട് പറഞ്ഞു വന്നു. ഇന്നിത് ചെയ്യാനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത വേറൊരാളുണ്ട്. അയാളുടെ പേരെന്താണെന്നറിയോ? ഖാലിദ് ബിൻ വലീദ് എന്നാണ്. കുട്ടിക്കാലം മുതലുള്ള ചങ്ങാതിയാണ്. എല്ലാ സൂത്രങ്ങളും പറഞ്ഞു കൊടുത്തത് അദ്ദേഹമായിരുന്നു. ആ പേര് കേൾക്കുമ്പോൾ നമ്മളെന്താ പറയുക? റളിയല്ലാഹു അൻഹു. എന്താ സംഭവം? എന്താ സംഭവം? ഒറ്റ നിമിഷത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ മനുഷ്യർക്ക്. ഇക്കഴിഞ്ഞ നിമിഷത്തിലുള്ള ആളാവണമെന്നില്ല അടുത്ത നിമിഷം. അതിനെന്ത് വേണം? മനുഷ്യർക്ക് മടങ്ങി വരാനുള്ള അവസരങ്ങൾ കൊടുക്കണം, അല്ലേ? പ്ലീസ് കം ബാക്ക് എന്ന് കരുണാപൂർവം മനുഷ്യരോട് പിന്നെയും 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 പറഞ്ഞുകൊണ്ടിരിക്കണം. മനുഷ്യർക്ക് അവസരങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കണം എന്ന പാഠമാണ് ആ കഥയുടെ പാഠം. അതിനെന്ത് വേണം? മനുഷ്യനോട് എമ്പത്തറ്റിക്കലി സഹവസിക്കാൻ സാധിക്കണം. അങ്ങനെ സഹവസിക്കാൻ സാധിച്ച ഒരു മഹാജീവിതത്തിൻ്റെ പേരായിരുന്നു ഹബീബ്. നിങ്ങൾ കേട്ടൊരു സംഭവം ഉണ്ടാവും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുടെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുക. അദ്ദേഹത്തിൻ്റെ പേര് ജാബിർ എന്നാണ്, സ്വഹാബിയ. ജാബിറിൻ്റെ ഒട്ടകമാണ്. റസൂലുള്ളാഹിയെയും കൊണ്ടൊരു എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള യാത്രയിലാണ്. ആ സമയത്ത് ആണ് റസൂൽ അറിയുന്നത് ഇദ്ദേഹത്തിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത് വിവാഹിതനാണെന്ന് അറിഞ്ഞു. റസൂലിനോട് ആ കല്യാണം പറഞ്ഞിട്ട് പോലുമില്ല. അതിൽ റസൂലിന് പരിഭവമൊന്നുമില്ല. ആ സമയത്ത് എന്തോ ചില ഉപദേശങ്ങളൊക്കെ അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ യാത്രയിൽ ഒരുപാട് നേരം അവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. ആ സംസാരം കഴിഞ്ഞ് യാത്ര തീർന്ന സമയത്ത് റസൂൽ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു. ജാബിർ, നിങ്ങളുടെ ഈ ഒട്ടകത്തെ വിൽക്കണോ? എനിക്ക് വേണം, വിൽക്കുമെങ്കിൽ എനിക്ക് വേണം. അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, റസൂൽ ഇതെന്തിനാ? ഇതൊരുപാട് പ്രായമായിട്ടുണ്ട്, ഞാൻ തന്നെ ഇതിനെ എങ്ങനെയെങ്കിലും വീട്ടിൽ കെട്ടിയിടാൻ നോക്കുകയാണ്. യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത അത്രയിൽ ഇത് വിഷമിക്കുന്നുണ്ട്. ഇതിനെ എന്തിനാണ് റസൂലിന്? അപ്പോൾ റസൂൽ പറഞ്ഞു, അല്ല ജാബിർ, നിങ്ങൾ തരികയാണെങ്കിൽ ഞാൻ വാങ്ങും. ആണോ? എന്നാൽ എനിക്കിതിനെ വിൽക്കണം. റസൂൽ എനിക്ക് എന്ത് വില തരും? റസൂൽ പറഞ്ഞു, ആദ്യം ഒരു തമാശയാണ് പറഞ്ഞു, 1 രൂപ തരും എന്ന് പറഞ്ഞു. 40 രൂപയിലാണ് കച്ചവടം ഉറപ്പിച്ചത്. അവിടുത്തെ നാണയത്തിൽ 40 രൂപയിൽ കച്ചവടം ഉറപ്പിച്ചു. അങ്ങനെ കച്ചവടം ഉറപ്പിച്ച് ആ ഒട്ടകത്തെ ജാബിർ റസൂലുള്ളാഹിയുടെ കയ്യിലേക്ക് കൊടുത്തു. ആ ഒട്ടകത്തെയും കൊണ്ട് നേരെ മദീന പള്ളിയുടെ അടുത്തെത്തി. മദീന പള്ളിയിൽ ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ട്. ബിലാലിൻ്റെ കയ്യിൽ ആ ഒട്ടകത്തെ ഏൽപ്പിച്ചിട്ട് ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോയിട്ട് പണവുമായി തിരിച്ചു വന്ന് ബിലാലിനെ അത് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇത് നമ്മുടെ ജാബിറിന് പെട്ടെന്ന് കൊണ്ടുപോയി കൊടുക്കണം. ഞങ്ങളുടെ രണ്ടാളുടെ ഇടയിൽ ഒരു കച്ചവടം നടന്നിട്ടുണ്ട്, അതിൻ്റെ തുകയാണ് എന്ന്. പക്ഷെ അത് മാത്രമല്ല കൊടുത്തത്, കൂടെ ഒരു സാധനം കൂടി കൊടുത്തു. അതെന്തായിരുന്നെന്നറിയാം? ആ ഒട്ടകവും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതും കൊടുക്കണം. എന്താ സംഭവം? റസൂലിന് ഒട്ടക ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ജാബിറിന് എന്താ ആവശ്യം ഉണ്ടായിരുന്നു? പണം ആവശ്യമുണ്ടായിരുന്നു. സാധുവായൊരു സ്വഹാബിയായിരുന്നു. ജാബിറിന് പണം ആവശ്യമുണ്ട് എന്ന് റസൂലുള്ളാഹിക്ക് എങ്ങനെ മനസ്സിലായി? ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ റസൂലിനത് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? മനുഷ്യരുടെ വാക്കുകളുടെ ഇടയിൽ നിന്ന് അവരുടെ സങ്കടങ്ങളെ വായിച്ചു. മനുഷ്യർ പറയാൻ ആഗ്രഹിക്കുന്നതിൽ 10% പോലും പറയുന്നില്ല എന്നാണ് കണക്ക്. പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ
10% പോലും പറയുന്നില്ല. ബാക്കി 90% ഫീലിംഗാണ്, ഫീലിങ്സാണ്. അത് കണ്ണീരായോ, താഴോട്ട് നോക്കിയിരിക്കലായോ, നമ്മുടെ മുഖത്തേക്ക് നോക്കാതെ ഇരിക്കലായോ, കണ്ണ് നനഞ്ഞിരിക്കലായോ, മുഖം തുടുത്തിരിക്കലായോ ഒക്കെയായി അവരിങ്ങനെ പെടയുന്നത് അവരുടെ വാക്കുകളിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്ര മനുഷ്യരോട് ചേർന്ന് നിന്ന ഒരു മഹാജീവിതത്തിൻ്റെ പേരായിരുന്നു ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ അതൊക്കെ മനസ്സിലായത്? ഒറ്റ കാര്യമുള്ളൂ, മനുഷ്യൻ്റെ സങ്കടങ്ങൾ എന്താണെന്ന് റസൂലിനറിയായിരുന്നു. നമുക്കും അറിയില്ലേ, ചിലതൊക്കെ നമുക്കറിയില്ലേ, അറിയില്ലേ? ഉമ്മ മരിക്കുക എന്ന സങ്കടം എന്താണ് എന്ന് പലരും പറയുന്നത് കേൾക്കുകയും വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കത് മനസ്സിലായത് ഒരു തീയതിയിലാണ്, 2013 ഓഗസ്റ്റ് 28. എനിക്കന്ന് മനസ്സിലായി ഉമ്മ മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, ഉറങ്ങാനേ പറ്റുന്നില്ല. അന്ന് എഴുതിയിട്ട കുറച്ച് വരികളുണ്ട്, അതിങ്ങനെയാണ്: ഉമ്മ പോകുമ്പോൾ ഉണങ്ങിയ കെട്ടിടമാകും വീട്. അത് ശരിക്കും നമ്മുടെ ഫീലിംഗ് ആയിരുന്നു, നമുക്ക് ഫീൽ ചെയ്തതാണത്. അതൊരു വീടല്ല അതായി മാറുകയും അതൊരു കെട്ടിടമായി മാറുകയും ചെയ്തു. ഉമ്മ പോകുമ്പോൾ ഉണങ്ങിയ കെട്ടിടമാകും വീട്, ഉറക്കം പാതിയിൽ മുറിയും, ഉണർന്നിരുന്ന് ഓർമ്മകൾ കരയും. ഉമ്മ നട്ടതും നനച്ചതും നൂലിൽ കോർത്തതും ഓതി അടയാളമിട്ടതും കണ്ട് മനസ്സിലൊരു മഴ തുടങ്ങുന്നത് അവൾ മാത്രം തൊട്ടറിയും, അവളും ഉമ്മയാണല്ലോ. ഒരു തീയതിയില്ലാതെ മനസ്സിലായത്. വാപ്പ മരിക്കുക എന്നുള്ളത് പലരും പറയുകയോ അല്ലെങ്കിൽ എഴുതുകയോ ഒക്കെ അച്ഛൻ നഷ്ടപ്പെടുന്ന ദുഃഖം പറയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കത് മനസ്സിലായത് ഒരു തീയതിയിലാണ്, 2015 ജൂൺ 12. നിങ്ങളുടെയൊക്കെ ജീവിതത്തിലില്ല അങ്ങനെ കുറച്ച് തീയതികൾ ഇല്ലേ? അന്ന് നമുക്ക് മനസ്സിലായി അത് അനുഭവിക്കുന്നവരുടെ വേദന എന്താണ് എന്ന്. എവിടുന്നാ ജീവിതം പഠിക്കുക? ജീവിതം പഠിക്കുന്നത് സങ്കടങ്ങളിൽ നിന്നാണ്. കിട്ടിയ ചുംബനങ്ങളൊക്കെ മാഞ്ഞു പോകും, ഒരടയാളവും ഇവിടെ ഉണ്ടാവില്ല. പക്ഷേ കുട്ടിക്കാലത്ത് വീണതിൻ്റെ മുറിപ്പാട് അവിടെ കിടക്കും. സന്തോഷങ്ങൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തന്നിട്ടില്ല, സങ്കടങ്ങൾ അങ്ങനല്ല, ജീവിതം പഠിച്ചു. ഖത്തർ എന്നൊരു ചെറിയ രാജ്യം കടന്നുപോയ കുറേ ദുർഘടമായ കാലം ഉണ്ടായിരുന്നില്ലേ? ചുറ്റുമുള്ള പല ആളുകളും അവരെ ഉപരോധത്തിലാക്കിയൊരു കാലല്ലേ? അതുകൊണ്ട് നിങ്ങൾ എന്ത് നേടി? സ്വന്തമായിട്ട് ജീവിക്കാൻ പഠിച്ചു അല്ലേ? സ്വന്തമായി എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ പഠിച്ചത്? ആരെയും ആശ്രയിക്കാത്ത വിധത്തിൽ നിരാശ്രയത്വത്തിൻ്റെ സ്വാതന്ത്ര്യം എത്രയാണ് എന്നും അതിൻ്റെ ആനന്ദം എത്രയാണോ എന്ന് മനസ്സിലാകുന്നില്ലേ ഈ രാജ്യത്തിന്? സന്തോഷങ്ങളിൽ നിന്നും മനുഷ്യന്മാർ കാര്യമായിട്ടൊന്നും പഠിക്കുന്നില്ല, സങ്കടങ്ങളിൽ നിന്ന്. അതുകൊണ്ടേ ഇപ്പം അനുഭവിക്കുന്ന എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ട് എങ്കിൽ അത് ജീവിതത്തിൻ്റെ ഫുൾ സ്റ്റോപ്പാണ് എന്നൊരിക്കലും വിചാരിക്കരുത്. അത് സെമിക്കോളൻ മാത്രമാണ്. അതാണ് സൂറത്തുൽ ദുഹ. റസൂലുള്ളാഹിയോട് ഇങ്ങനെ വർത്താനം പറയുന്ന സൂറത്താണത്. നമ്മളോട് സങ്കടം വരുമ്പോൾ വായിച്ചു നോക്കുന്നത്. ഖുർആൻ്റെ ചില വചനങ്ങളുണ്ട്, ചില സമയത്ത് അത് നമുക്ക് വേണ്ടിയിട്ട് ഇറക്കിയതാണെന്ന് തോന്നുന്നു. അങ്ങനെ ചിലത് നമ്മളോടിങ്ങനെ സംസാരിക്കുന്ന ഒരു അനുഭവമാണത്. അങ്ങനെ ഒരു സൂറത്താണ് സൂറത്തുൽ ദുഹ. മരുഭൂമിയിലെ ഒറ്റമരമാണ്. ചില സന്ദർഭങ്ങളിൽ ജീവിതത്തിൻ്റെ മരുഭൂമിയിൽ ഇങ്ങനെ വെയിൽ കൊണ്ട് നിൽക്കുമ്പോൾ ഒറ്റമരത്തിൻ്റെ തണൽ തരുന്നത് പോലെയുള്ള വചനങ്ങളാണ് സൂറത്തുൽ ദുഹ. വല്ലുഹ അഊദു ബില്ലാഹി സമീഇൽ അലീം മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലുഹ വല്ലുഹ വല്ലൈലി ഇദാ സജാ. വല്ലുഹ, വെയിൽ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ,
രാത്രി പ്രശാന്തമാവുക തന്നെയാണ് സത്യം. ഇതിനെങ്ങനെ പറയുന്നത്? സത്യം സത്യം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറയില്ലേ? വൽ ഖമർ വൽ ഫജർ എന്നൊക്കെ പറയില്ലേ? അതെന്തിനാ അങ്ങനെ പറയുന്നത്? നമ്മൾക്ക് അനുഭവമുള്ള ചില കാര്യങ്ങൾ പറയാം. നമ്മൾ സാധാരണ കാണുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ. ഫജിർ നമ്മൾ കാണുന്ന, വല്ലയിൽ രാത്രി നമ്മൾ കാണുന്ന, പിന്നെന്താ വൽ ഖലം പേന നമ്മൾ കാണുന്നതാ. അതേപോലെ വല്ലുഹ വെയിൽ നിങ്ങൾ കാണുന്നതല്ലേ, അത് സത്യമാണല്ലോ. അതേപോലൊരു സത്യം ഞാൻ പറഞ്ഞു തരാം. അതാണത്. അതേപോലൊരു സത്യം, വെയിൽ പോലെ നിങ്ങളുടെ കണ്ണിൻ്റെ മുന്നിൽ നിങ്ങൾ കാണുന്ന വെയിൽ പോലെ ഒരു സത്യം ഞാൻ പറഞ്ഞു തരാം. വല്ലയിൽ ഇദാ സജ, രാത്രി ഇങ്ങനെ ശാന്തമാവുക എന്നത് നിങ്ങൾക്ക് സങ്കല്പമല്ലല്ലോ, നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണുന്നതല്ലേ. എങ്കിൽ അതുപോലെ ഒരു സത്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതാണ് വ. എന്നിട്ട് ആ സത്യം പറയാണ്, എന്താ? വല്ലുഹ വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. എടാ, ജീവിതത്തിൻ്റെ ഒരു സന്ദർഭത്തിലും നിൻ്റെ റബ്ബ് നിന്നെ കൈവിട്ടു എന്ന് പറയരുത്, നിൻ്റെ റബ്ബ് നിന്നെ വെറുത്തു എന്നും പറയരുത്. അങ്ങനെ സംഭവിക്കില്ല. മനുഷ്യന്മാർ വെറുക്കും, പറ്റിക്കുകയും പാതി വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്യും. നിൻ്റെ പടച്ചോൻ അങ്ങനെ ചെയ്യില്ല. മനുഷ്യരെ നിന്നെ തള്ളിപ്പറയും. എല്ലാവരും നിൻ്റെ കൂടെയുണ്ടെങ്കിൽ അവരും കൂടെയുണ്ട്, ആരും നിൻ്റെ കൂടെയില്ലെങ്കിൽ അവരും നിൻ്റെ കൂടെയില്ല. മനുഷ്യർ നിന്നെ തള്ളിപ്പറയും. അതുകൊണ്ട് അങ്ങോട്ട് വലിയ പ്രതീക്ഷയൊന്നും കൊടുക്കണ്ട. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ. എടാ, ഇവിടെയല്ലേ നഷ്ടങ്ങളൊക്കെ, ദുഃഖങ്ങളും നഷ്ടവും വിരഹവും വേർപാടുമൊക്കെ ഇവിടല്ലേ. ഇതിനപ്പുറത്ത് അതൊന്നുമില്ല. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ. ഇവിടെ നഷ്ടപ്പെട്ടതൊക്കെ അവിടെ തിരിച്ചു കിട്ടും, അവിടെ തിരിച്ചു കിട്ടിയതൊന്നും പിന്നെ നഷ്ടപ്പെടുകയില്ല. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർള. അവിടെ നിനക്ക് തരും കേട്ടോ, അവിടുന്ന് നിനക്ക് തരും, നീ വിഷമിക്കണ്ട, അപ്പം നിനക്ക് സന്തോഷവും എന്ന് പറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹിയോട് പറയാം, റസൂലേ, നിങ്ങളൊരു അനാഥനായിരുന്നില്ലേ, ആരുമില്ലാത്ത ഒരാളായിരുന്നില്ലേ റസൂലേ, നിങ്ങൾക്ക് ആരെയൊക്കെ തന്നു, ആരുമില്ലാത്ത ഒരാളായിരുന്നില്ലേ, ആരെയൊക്കെ തന്നു, വഴിയറിയാത്ത ഒരാളായിരുന്നില്ലേ, വഴി കാണിച്ചു തന്നില്ലേ, ഒന്നുമില്ലാത്ത ഒരാളായിരുന്നില്ലേ, എന്തൊക്കെ തന്നു. ചെറുപ്പക്കാരനായ അബ്ദുള്ള എന്ന മകൻ മരിച്ചിട്ടും വൃദ്ധനായ അബ്ദുൽ മുത്തലിബ് എന്ന വല്യുപ്പയെ ആരാണവിടെ ബാക്കി വെച്ചത്? ആരാ ബാക്കി വെച്ചത്? ഒരു കയ്യിൽ നിന്ന് ഊർന്നു വീഴുമ്പോൾ അടുത്ത കൈ ഇങ്ങനെ കോരിയെടുക്കാൻ അവിടെ ബാക്കി വെച്ചത് ആരാണ്? എല്ലാ വാതിലടഞ്ഞാലും ഒരു എക്സിറ്റ് പഠിച്ചോൻ ഉണ്ടാക്കി വെക്കും, ചെറുതായിരിക്കും, പക്ഷെ അതിലൂടെ രക്ഷപ്പെടാനാണ് പറയുന്നത്. അതാണ് വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. കേട്ടില്ലേ? മഖ്റജ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സിറ്റ്. എക്സിറ്റ് എന്ന് ഇംഗ്ലീഷ് എഴുതിയതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും മഖ്റജ്. എന്താണത്? അടഞ്ഞ വാതിലുകളിൽ ചെന്ന് മുട്ടിയിട്ട് കരഞ്ഞു നിൽക്കണ്ട, ആ ചെറിയ ജനലിലൂടെ രക്ഷപ്പെടാനാണ് പറയുന്നത്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. അതേപോലെ പഠിച്ചോ പറയുന്നത്, ആരുമില്ലാതിരുന്ന നിങ്ങൾക്ക് ആരെയൊക്കെ തന്നു, ഒന്നുമില്ലാതിരുന്ന നിങ്ങൾക്ക് എന്തൊക്കെ തന്നു, ഒന്നും അറിയാതിരുന്ന നിങ്ങൾക്ക് എന്തൊക്കെ പഠിപ്പിച്ചു തന്നു. എന്നിട്ട് പറയാ, റസൂലേ, പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, നിങ്ങളിപ്പോൾ അനാഥനല്ല, പക്ഷേ അനാഥത്വത്തിൻ്റെ എല്ലാ ദുഃഖവും പേറി ഇപ്പോഴും കുട്ടികളുണ്ട് റസൂലേ, അവരവഗണിക്കരുത് കേട്ടോ. അതാണ് പിന്നെ പറയുന്നത്, ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ. നിങ്ങളൊരു കാലത്ത് അനാഥനായിരുന്നു, പക്ഷെ ഇപ്പം നിങ്ങൾ അനാഥനൊന്നുമല്ല, പക്ഷെ ഇപ്പോഴും ഉണ്ട് വഴിയിൽ അനാഥർ. നിങ്ങൾക്കൊരു കാലത്ത് ആരോടൊക്കെയോ ചോദിക്കേണ്ടി വന്നിട്ടുണ്ട്, ഇപ്പം നിങ്ങൾക്ക് ആരോടും ചോദിക്കണ്ട, പക്ഷെ ഇപ്പോഴും ചോദിക്കുന്ന മനുഷ്യരുണ്ട്, അന്യരെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുന്ന മനുഷ്യരുണ്ട്. റസൂലെ, അവരെ മറന്നു വരുത് കേട്ടോ, അവരെ ആട്ടി അകറ്റരുത് കേട്ടോ. ഇത്രയും പറഞ്ഞതിന് ശേഷം പറഞ്ഞു, അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. അനുഗ്രഹങ്ങളെ, പഠിച്ചവൻ നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളെ
ഉറക്കെ പറയണ റസൂലേ, മെല്ലെ പറഞ്ഞാൽ പോരാ. എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പോകുന്നു എന്നല്ല പറയേണ്ടത്. കിട്ടിയ അനുഗ്രഹങ്ങളെ ഒന്ന് ഓർമ്മിക്കൂ റസൂലേ. ഉറക്കെ പറയുമെന്നാണ്. ഹദീസ് എന്ന് പറഞ്ഞാൽ മെല്ലെ പറയുമെന്നല്ല, തുറന്ന് പറയൂ എന്നാണ്. മനുഷ്യനായിരുന്നു, പച്ച മനുഷ്യനായിരുന്നു. ഒരു മനുഷ്യൻ കടന്നു പോകുന്ന എല്ലാ ദുഃഖങ്ങളിലൂടെയും കടന്നുപോയി. പക്ഷേ സാധാരണ മനുഷ്യനെന്ന് പറയരുത്. സാധാരണ മനുഷ്യനായിരുന്നില്ല, വഹയി കിട്ടുന്ന മനുഷ്യനായിരുന്നു. വഹയി കിട്ടുന്ന മനുഷ്യൻ സാധാരണ മനുഷ്യനല്ല. എന്നാലോ ജീവിതാനുഭവങ്ങൾ, ദുഃഖങ്ങൾ, വ്യഥകൾ, കണ്ണീര്, മുറിവ്, മുറിപ്പാടുകൾ പച്ച മനുഷ്യൻ്റേത്. നമ്മൾ അനുഭവിക്കുന്ന ദുഃഖം എങ്ങനെയാണോ അങ്ങനെയൊക്കെ തന്നെ അനുഭവിച്ചു പോയ ജീവിതമാണ്. പക്ഷേ റസൂലിനൊരു പേടിയുണ്ടായിരുന്നു. റസൂലിനെ ദൈവികമായ പരിവേഷത്തിലേക്ക് ആളുകൾ കൊണ്ടുപോകുമെന്ന് ഭയങ്കര പേടിയായിരുന്നു റസൂലിന്. വയ്യാതെ പനിച്ച് കിടക്കുന്ന സമയത്ത് ഒന്ന് എഴുന്നേൽക്കാനായപ്പോൾ രണ്ടാളുകളുടെ തോളിൽ പിടിച്ച് പള്ളിയിലേക്ക് വന്നിട്ട് ചെറിയൊരു പ്രസംഗം നടത്തിയപ്പോഴും ആകെ പറഞ്ഞ 3 കാര്യങ്ങളിൽ ഒന്നതായിരുന്നു: എന്നെ ആരാധിക്കരുത് കേട്ടോ. അതാ പറഞ്ഞു, ഞാനിവിടുന്ന് പോയാലും എൻ്റെ ഖബർ നിങ്ങൾ ആരാധനാലയമൊന്നും ആക്കരുത് കേട്ടോ. മുമ്പുള്ള കാലത്തൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പോകുമെന്ന് എനിക്ക് ഉറപ്പായിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖിന് കാര്യം മനസ്സിലായി, പൊട്ടിക്കരഞ്ഞു. റസൂലിൻ്റെ ഒരു വാക്ക്. എൻ്റെ റബ്ബ് എന്നോട് ചോദിച്ചു, ഇവിടെ നിൽക്കണോ അതല്ല ഇവിടുന്ന് പോകണോ? ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ഇവിടുന്ന് പോവാൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ് ചെയ്ത്. റസൂൽ പോകുകയാണെന്ന് മനസ്സിലായി. ആ സമയത്തെ 3 കാര്യങ്ങളാണ് പറഞ്ഞ. അതിലൊരു കാര്യം അതായിരുന്നു: എന്നെ ദൈവികമായ പരിവേഷത്തിലേക്ക് കൊണ്ടുപോകരുത് കേട്ടോ. മനുഷ്യൻ്റെ എല്ലാ അവസ്ഥകളുമാണ്. നമ്മളും അങ്ങനെയാ, മനുഷ്യനാ. ഈ ശരീരം നമ്മുടെ കയ്യിലാണ് ഏകദേശമൊക്കെ. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ വേറൊരാളുണ്ട്. അയാൾക്ക് നേരെയുള്ള കണക്ഷൻ അതിൻ്റെ രക്ഷിതാവുമായിട്ടാണ് കേട്ടോ. നമ്മൾ മനുഷ്യർ, പച്ച മനുഷ്യർ, എവിടെയെങ്കിലും ഒന്ന് വീഴുമ്പോഴേക്ക് പടഞ്ഞു വീഴുന്ന മനുഷ്യർ, അത്രയും നിസാരരാണ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിലൊരാളുണ്ട്, അയാൾ നിസാരനല്ല. അയാൾക്ക് രോഗമില്ല, അയാൾക്ക് മരണമില്ല, അയാളെ തൂക്കിക്കൊല്ലാൻ പറ്റില്ല, അടിച്ചാൽ അയാൾക്ക് മുറിവേൽക്കില്ല, അയാൾക്ക് പ്രായമില്ല. അങ്ങനെ ഒരാളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അതാ റൂഹ്, ആത്മാവ്. അയാൾക്ക് നേരെ ബന്ധം അങ്ങോട്ടാണ്. അത് നമ്മളോട് ചോദിക്കാതെ ഇതിനകത്തേക്ക് വരികയും നമ്മളോട് ചോദിക്കാതെ ഒരു ദിവസം ഇറങ്ങിപ്പോവുകയും ചെയ്യുന്ന ആളാണ്. അത് ഇവിടേക്ക് നിക്ഷേപിച്ചപ്പോൾ എത്ര ശുദ്ധിയോടെയാണോ നിക്ഷേപിച്ചത്, അതേപോലെ തിരിച്ചു കൊടുക്കുന്ന പ്രവർത്തനത്തിൻ്റെ പേരാണ് നമ്മുടെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. അയാളിങ്ങോട്ട് വന്നില്ലേ, അതേപോലെ അതിൻ്റെ ഉടമസ്ഥനെ അത് ഏൽപ്പിക്കുന്നതിൻ്റെ പേരാണ് ആത്മീയ ജീവിതം. അങ്ങനെ ഒരു ആത്മാവ് ഉള്ളിലില്ല എന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട്. കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി പോലും അങ്ങനെ പുസ്തകം എഴുതിയിട്ടുണ്ട്, ആത്മാവ് എന്ന ഒരു സംഗതി ഇല്ല എന്ന് പറഞ്ഞിട്ട്. ഒരു കുട്ടിയുടെ ഉമ്മ മരിച്ചു കിടക്കുന്നു, അല്ലെങ്കിൽ അമ്മ മരിച്ചു കിടക്കുന്നു. ആ കുട്ടി ഉറക്കെ വിളിച്ച് പറയുക എന്താണ്? എൻ്റെ അമ്മ പോയി എന്നാണ് അല്ലേ? അമ്മ പോയിട്ടുണ്ടോ? അമ്മയല്ലേ കിടക്കുന്നത്. അമ്മയുടെ കണ്ണ്, അമ്മയുടെ മൂക്ക്, അമ്മയുടെ കൈ, അമ്മയുടെ കാല്, അമ്മയല്ലേ കിടക്കുന്നത്. പിന്നെ ആരാ പോയത്? അയാളത്. കൂടി നിൽക്കുന്ന കുടുംബങ്ങളൊന്നും അറിയാതെ സൂത്രത്തിൽ അവിടെ കിടക്കുന്ന ആളുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരാളില്ലേ? അടച്ചിട്ട ICU റൂമിൽ നിന്ന് ആരുമറിയാതെ സൂത്രത്തിൽ ഇറങ്ങി ഓടിയ ഒരാളില്ലേ? അയാളെ നോക്കിക്കോളൂ എന്നാണ് നമ്മളോട് പറയുന്നത്. ഈ തുച്ഛമായ ശരീരത്തെ നോക്കിയിരിക്കണ്ട, ആ ഇറങ്ങിപ്പോകുന്ന ആളില്ലേ? നമ്മളോട് ചോദിക്കാതെ ഇങ്ങോട്ട് വരികയും നമ്മളോട് ചോദിക്കാതെ ഇറങ്ങിപ്പോവുകയും ചെയ്ത ആ ആളെ നല്ലോണം സൂക്ഷിച്ചുള്ളൂ. അതിൻ്റെ പേരാ ആത്മീയ ജീവിതം, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ബഹളങ്ങളുടെ ഒന്നും പേരല്ല അത്, ശാന്തമായ ചില ശ്രദ്ധയുടെ പേരാണ്. റസൂൽ അനുഭവിച്ചത് ആ സ്പിരിച്വാലിറ്റിയുടെ എല്ലാ ആനന്ദവും എല്ലാ മനസ്സമാധാനവുമാണ്. അതുകൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മളിങ്ങനെ പറയൂലേ, ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ്, സമാധാനമാണ് എന്നൊക്കെ പറയൂലേ.
ഇസ്ലാം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അതാ. ശരി, സമ്മതിച്ചു. ഈ സമാധാനം ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? നമ്മളെ വിശ്വസിക്കുമെന്ന് വിചാരിച്ച ആളുകൾ കൈവിട്ട നിമിഷങ്ങളിൽ, ഏറ്റവും പ്രിയപ്പെട്ട ചിലത് നമ്മുടെ കയ്യിൽ നിന്നിങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നത് കണ്ടു നിന്ന നിമിഷങ്ങളിൽ, ജീവിതത്തിൻ്റെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ സന്ദർഭങ്ങളിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ ഈ സമാധാനം? അതാണ്. അത്തറ് കുപ്പിയെ തുറന്നു വെച്ചാൽ മതി, സുഗന്ധം പുറത്തേക്ക് വരും. സുഗന്ധം പരത്തുന്ന ജോലി നമ്മുടേതല്ല, അത്തറ് താനേ സുഗന്ധം പരത്തുന്ന ഒന്നാണ്. സമാധാനം താനേ അനുഭവിക്കുന്ന ഒരാൾ ആ സമാധാനം ചുറ്റുമുള്ളവരിലേക്ക് പകരുക തന്നെ ചെയ്യും. വർത്തനത്തിലൂടെയല്ല, ശാന്തമായ ആ ജീവിതാവിഷ്കാരത്തിലൂടെ. അതിന് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹിയുടെ ഒരു പ്രാർത്ഥനയുണ്ട്, പടച്ചോനെ അല്ലാഹുമ്മ എനിക്ക് നൽകണമേ, റബ്ബന അല്ലാഹുമ്മ എനിക്ക് ഈമാൻ എൻ്റെ ഉള്ളിലേക്ക് നീ നിക്ഷേപിക്കണമേ. ഭയങ്കര രസമുള്ളൊരു പ്രാർത്ഥനയാണ്. എന്തിനാണ്, എങ്ങനെയുള്ള ഈമാനാണെന്നറിയോ? ആ ഈമാൻ എൻ്റെ ഉള്ളിൽ സത്യസന്ധമായ വിധത്തിലും ഊട്ടി ഉറക്കുന്നതൊന്നായിരിക്കണം. പഠിച്ചോനെ അത് സത്യമായിരിക്കണം. ആദ്യം പറഞ്ഞത് രണ്ടുമല്ല, യുബാശിറു ഖൽബി എന്നാണ്, എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങണം. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പേടിയില്ല എന്നാണ്. വല്ലാത്തൊരു വാക്കല്ലേ അത്. പഠിച്ചവനും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ്. ആ ബന്ധത്തിന് ഖുർആൻ ഉപയോഗിച്ച ടെർമിനോളജിയാണ് ഈമാൻ. ആ വാക്കിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്താണ്? പേടിയില്ല എന്ന്. ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. പഠിച്ചോനെ എനിക്ക് നീ എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയ ഈമാൻ തരണേ, സത്യമായിരിക്കണേ, സത്യസന്ധമായിരിക്കണേ എന്ന് പറഞ്ഞതിന് ശേഷം റസൂൽ പറയുന്നത് എങ്ങനെയാണ്? ഹത്ത അഴലമ്മ എനിക്ക് മനസ്സിലാവണം, അന്നഹു ലൻ യുസീബനി ഇല്ലാമ കത്തബ്തലി, എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നീ തന്നതാണ് എന്നെനിക്ക് മനസ്സിലാവണം. അതിനു വേണ്ടിയിട്ടാണ്. വരിലൻ, എനിക്കൊരു സംതൃപ്തി ഉണ്ടാവണം, അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാവണം. ബിമാ ഖസ്സംതനി, ജീവിതത്തിൻ്റെ വിഭവങ്ങളിൽ നിന്ന് നീ എനിക്കായി വീതിച്ചു തരുന്നത് എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും അതിലെനിക്ക് സന്തോഷം ഉണ്ടാക്കി തരണമേ. ആ പ്രാർത്ഥനയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള ആവിഷ്കാരമായിരുന്നു റസൂലിൻ്റെ ജീവിതം കേട്ടോ. ആ പ്രാർത്ഥനയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള ആവിഷ്കാരമായിരുന്നു റസൂലിൻ്റെ ജീവിതം. സമാധാനം ആണ് ആ ജീവിതത്തിൻ്റെ മുഴുനീളയും അനുഭവിച്ചത്. പീസ് ഓഫ് മൈൻഡായിരുന്നു. എൻ്റെ ചോദ്യം ഇതാണ്, നമ്മളിങ്ങനെ പറയുന്നു ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ്, സമാധാനമാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്നൊക്കെ പറയുന്നു. എന്നാൽ നമ്മുടെ നിർണായകമായൊരു ജീവിത സന്ദർഭത്തിൽ നമ്മൾ ആ സമാധാനം അനുഭവിച്ചിട്ടുണ്ടോ? പടച്ചോൻ കാരുണ്യവാനാണ് എന്ന് നമ്മളൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, നമ്മുടെ ഒരു സഹോദര സുഹൃത്തിന് പറഞ്ഞു കൊടുക്കുന്നു. നമ്മളത് പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ ടെക്സ്റ്റാണോ പറഞ്ഞു കൊടുക്കുന്നത്? നമ്മുടെ അടുത്ത് ടെക്സ്റ്റ് ഉണ്ട്, വേദഗ്രന്ഥമുണ്ട്, അതിൻ്റെ വചനങ്ങളാണോ പറഞ്ഞു കൊടുക്കുന്നത്? അതല്ല, പടച്ചോൻ കാരുണ്യവാനാണ് എന്ന് നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ നമ്മൾ അനുഭവിച്ചൊരു നിമിഷമല്ലേ, ആ നിമിഷമാണോ പറഞ്ഞു കൊടുക്കുന്നത്? അതിൻ്റെ പേരാണ് പ്രബോധനം. പ്രബോധനം എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ പേരല്ല. ടെക്സ്റ്റ് ഓൾറെഡി അവിടെ ഉണ്ട്. നമ്മുടെ എക്സ്പീരിയൻസ് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ പേരാണ് പ്രബോധനം. ഈ ടെക്സ്റ്റ് നമ്മുടെ ജീവിതമാവുകയും ആ ജീവിതം നമ്മുടെ എക്സ്പീരിയൻസ് ആവുകയും ആ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ പേരാണ് പ്രബോധനം എന്ന് പറയുന്നത്. അതായിരുന്നു റസൂലുള്ളാഹിയുടെ ജീവിതം. അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് നമ്മളിങ്ങനെ പറഞ്ഞത്. മനുഷ്യർക്ക് മാപ്പ് കൊടുത്തതേ അതിൻ്റെ ആവിഷ്കാരമായിരുന്നു, എക്സ്പീരിയൻസ് ആയിരുന്നു. ആണല്ലോ.
സാരല്ലടാ എന്ന് എത്ര മനുഷ്യരോടാണ് പ്രവാചക തിരുമേനി പറഞ്ഞത്. മക്ക വിജയത്തിൻ്റെ ദിവസം ഒരു ഭരണം മുഴുവനും, ഒരു രാജ്യം മുഴുവനും കാൽക്കീഴില്ല. അപ്പോഴാ റസൂല് അത്രയേറെ ദ്രോഹിച്ച മനുഷ്യരവിടെ ഉണ്ട്. ഓരൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. റസൂൽ എന്ത് പറയും? കൊല്ലും, ഉറപ്പായിട്ടും കൊല്ലും. അവർ തമ്മിൽ പറയുന്നുണ്ട് നമ്മളെ കൊല്ലും, ഇന്ന് ചോര പൊടിയുന്ന ദിവസമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. റസൂൽ എന്താ പറഞ്ഞ്? സാരല്ല, നിങ്ങളെല്ലാവരും പോയിക്കോളൂ. ഇദ്ഹബൂ അൻതുമുത്തുലഖ, ചെങ്ങലയില്ല, ജയിലില്ല, നിങ്ങൾ പോയിക്കോളൂ. എന്തൊരു പ്രഖ്യാപനമാണ് ആ വാക്ക് എന്നാലോചിച്ചു. നിങ്ങളെല്ലാവരും പോയിക്കോളൂ, നിങ്ങളൊക്കെ സ്വതന്ത്രരാണ്. സാരല്ല എന്നാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. സാരല്ല കേട്ടോ. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മളിന്ന് സാരല്ല എന്ന് പറയുന്നത് കാത്തിരിക്കുന്ന ഒരു മനുഷ്യനോടെങ്കിലും ഒന്ന് ഫോൺ ചെയ്തിട്ട് അത് സാരല്ല, അതൊക്കെ പോട്ടെ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് പ്രവാചക സ്നേഹം. അതാണ് ആ ജീവിതം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതിലൂടെ അനുഭവിക്കുന്ന ഒരു ആന്തരിക സ്വസ്ഥതയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഒരാളോട് പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, വെറുപ്പില്ലാത്ത ആ സമാധാനം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നിർണായകമായ സന്ദർഭങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളത്. ജീവിതത്തിൻ്റെ നിർണായകമായ നിമിഷങ്ങളിൽ, പ്രസംഗമൊക്കെ അവിടെ പോട്ടെ, നമ്മുടെ ജീവിതത്തിൻ്റെ പച്ചയായ നിർണായകമായ നിമിഷങ്ങളിൽ ഈ വചനങ്ങൾ, ഈ പാഠങ്ങൾ, ഈ ചരിത്രം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒന്നായിട്ട് മാറുന്നുണ്ടോ? പരീക്ഷണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്നറിയോ? അത് പരീക്ഷണം എന്നല്ല പറയേണ്ടത്, പരീക്ഷ എന്നാണ് പറയേണ്ടത്. പരീക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്രയും കാലം നമ്മൾ പഠിച്ചത് പകർത്താനുള്ള 2 മണിക്കൂറാണല്ലോ. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിലൊരു ദുഃഖം തരിക എന്ന് പറഞ്ഞാൽ അതൊരു പരീക്ഷയാണ്. ഇത്രയും കാലം കേട്ടതും അറിഞ്ഞതും വായിച്ചതുമായ കാര്യങ്ങൾ പകർത്തി എഴുതാനുള്ള നിമിഷങ്ങളാണത്. അങ്ങനെ ഒരു പകർത്തി എഴുത്താണ് ആരിഫ് എന്ന എൻ്റെ സുഹൃത്ത് ആ നിമിഷത്തിൽ ചെയ്തത്. അവർ പറഞ്ഞതാണ്, പിന്നെയും പിന്നെയും കേട്ട ഒരേ ഒരു വചനമായിരുന്നു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഒരുപാട് കാലം അത് കേട്ടിട്ടുണ്ട്, കാണാപ്പാടമായ വചനമാണ്. പക്ഷേ ആ വചനത്തിൻ്റെ എല്ലാ അർത്ഥവും ആശയവും ഭംഗിയും തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. അലാ ബിദിക്രില്ലാഹ്, അലാ ബിദിക്രില്ലാഹ് തത്മഇന്നുൽ ഖുലൂബ്. മറ്റൊന്നുകൊണ്ടുമല്ല, ഒറ്റ ആശ്രയമുള്ളൂ അവിടവുമായി നമ്മളിങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് സമാധാനത്തിൻ്റെ വഴി. ആ സമാധാനം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രവാചക സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ആശയം അതാണ്. നമ്മുടെ പച്ചയായ ജീവിത സന്ദർഭങ്ങളിൽ നമുക്ക് ഇതെത്ര നമ്മെ സ്വാധീനിക്കുന്ന വചനവും വാക്കും ചരിത്രവുമായി മാറുന്നുണ്ട്. നമ്മൾ നബിയുടെ പിറകിലാണ്, നബിയുടെ അനുയായികളാണ് എന്നൊക്കെ നമ്മൾ പറയും. സത്യത്തിൽ നമ്മൾ നബിയുടെ പിന്നിലാണെങ്കിലും തൊട്ട് പിന്നിലൊന്നുമല്ല, കുറേ പിറകിലാണ്. തൊട്ട് പിന്നിലൊന്നുമല്ല, കുറേ പിറകിലാണ്. എന്നാലും നമ്മൾ വേറെ ഒരാളുടെയും പിറകിലാകരുത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.